السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وعليكم السلام ورحمة الله. والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹാധനീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അത് പഠിക്കണമെന്ന വലിയ ഒരു ആഗ്രഹത്തിലാണ് നമ്മളിപ്പോൾ ഒരുങ്ങിയിട്ടുള്ളതും തയ്യാറെടുത്തിട്ടുള്ളതും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ശരിക്ക് ഏകദേശം 2 വർഷത്തിലധികമായി എല്ലാ ബുധനാഴ്ചകളിലും നമ്മളിങ്ങനെ ഇരിക്കാറുണ്ട്, പഠനം നടത്താറുണ്ട്. എന്നാൽ ശാരീരികമായ ചില പ്രയാസങ്ങൾ കാരണത്താൽ ചില ആഴ്ചകൾ നമുക്ക് അത് നഷ്ടപ്പെടുകയും പിന്നീട് അത് തുടർത്തിക്കൊണ്ടുപോകുന്നതിൽ ചില പ്രയാസങ്ങളുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം പുതുതായിട്ട് ഒരു കോഴ്സ് തുടങ്ങുക എന്ന നിലക്കാണ് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്നത്. അള്ളാഹു ഇതിനു മുമ്പ് പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. ആത്മാർത്ഥമായി നമ്മുടെ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതിയായി ആഗ്രഹിച്ച ഒരുപാട് സഹോദരങ്ങൾ അവരുടെ ജോലി തിരക്കുകൾക്കിടയിലും അതിനുവേണ്ടി സമയം കണ്ടെത്തിയ ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടേതായ രൂപത്തിൽ അവർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സമയം എന്നുള്ളതും അവരുടെ സമയം എന്നുള്ളതും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം, അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് തൽക്കാലത്തേക്ക് നമ്മളൊന്ന് നിർത്തിയത്. എന്തായിരുന്നാലും നമ്മൾ പുതിയ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പുതിയ ഒരുപാട് ആളുകളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ നമ്മളിപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ചെറിയ രൂപത്തിലൊന്ന് തുടങ്ങി വെക്കുകയാണ്. ഞാനങ്ങനെ ഈ ചെറിയ രൂപം എന്ന് പറയാനുള്ള കാരണം അത് ബോധപൂർവം പറഞ്ഞതാണ്. കാരണം ഒരുപാട് ആശങ്കകളുമായിട്ടായിരിക്കും പലരും ഇതിൽ കയറിയിട്ടുണ്ടാകുക. അപ്പം ഇതിൽ ഉള്ള ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ എല്ലാ ആഴ്ചയിലും പങ്കെടുക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും, അതല്ലെങ്കിൽ കുറഞ്ഞ കാലങ്ങളായിട്ട് നമ്മളോടൊപ്പം ചേർന്ന അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് ഇപ്പോൾ തുടങ്ങിയ ആളുകളുണ്ടാകും. അതുമല്ലെങ്കിൽ തുടക്കം മുതൽ ഇതിൻ്റെ ഒന്നാമത്തെ ക്ലാസ് മുതൽ തന്നെ എല്ലാ ക്ലാസ്സും കേട്ട ആളുകൾ ഇതിലുണ്ടാകും. അതൊന്നുമല്ല, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി മാത്രം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ വ്യത്യസ്തരായ ഒരുപാട് ആളുകളാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വിശദീകരണം പറയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എന്താണ് എന്നും എന്തിന് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളെക്കുറിച്ചാണ് ചെറിയ രൂപത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ സംവദിക്കാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ല, അതുപോലെ തന്നെ ഒരു പ്രസംഗവുമല്ല. നമുക്ക് അറിയാം, ഇതിനു മുമ്പ് പങ്കെടുത്ത ആളുകൾക്ക് അറിയാം, പ്രസംഗിച്ചു പോകുക എന്നുള്ളതല്ല, നമ്മളിങ്ങനെ പഠിച്ചു പോകുക എന്നുള്ളതാണ്. അതിപ്പോൾ കുറച്ചേ എടുക്കണുള്ളൂ, ആയിക്കോട്ടെ, കുറച്ച് മതി. പക്ഷെ അതെന്ത് ചെയ്യണം, പഠിച്ചു പോകണം. അപ്പോൾ ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുമാണ് ഇപ്പോൾ ഈ ഒരു സമയം നമ്മൾ മാറ്റിവെക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഷെയർ ചെയ്യാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളൊന്ന് പറയാൻ പോകുന്നത്, എല്ലാവർക്കും സ്ക്രീന് കാണുന്നില്ലേ, ഖുർആൻ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ, ഇതാണെന്ന് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും നോട്ടെടുത്ത് ഇതൊന്ന് എഴുതി, ഈ ഒരു ഹെഡിങ് ഒന്ന് എഴുതുമോ? കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് എഴുതി. ഖുർആൻ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്. ഖുർആൻ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ.
എഴുതി കഴിഞ്ഞാൽ പറയണേ. ഓക്കെ. ഓക്കെ. ഓക്കെ, എല്ലാവരും കഴിഞ്ഞു? എഴുതി. ഓക്കെ, റെഡി. അതിൽ കുറേ ആളുകൾ ഇപ്പോൾ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. ഒരു മിനിറ്റ്, ആ ലിങ്ക് ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കട്ടെ. ഓക്കെ, നമ്മൾ ഖുർആൻ പഠനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ചെറിയ രൂപത്തിലൊന്ന് പറയുന്നത്. നേരെ ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കണേ. അതായത് ശരിക്കും നമുക്ക് ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ വിഷയങ്ങൾ ഇതിലുണ്ട്. നമ്മളെല്ലാം കൂടി പറയാൻ നമുക്ക് എന്തില്ല, നമ്മുടെ സമയം പരിമിതമാണെന്നുള്ളത് കൊണ്ട് കുറഞ്ഞ കാര്യങ്ങൾ, ഒരു 6 പോയിന്റുകൾ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. 6 പോയിന്റുകൾ. അതിൽ ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോളി. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കണം ഒന്നാമത്തെ കാര്യം, നമ്മൾ ഭാഗ്യവാന്മാർ എന്ന തിരിച്ചറിവുണ്ടാവുക. നമ്മൾ ഭാഗ്യവാന്മാരാണ്. എഴുതിക്കോളി. ഇത് വെറുതെ പറയണതല്ല എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഭാഗ്യവാന്മാർ എന്ന തിരിച്ചറിവ് ഉണ്ടാവുക. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം. നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞത് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല. മറിച്ച് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും വലിയൊരു തൗഫീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ എന്താണ്, ഒരു ദീനിൻ്റെ ഭാഗമാകുക, നമ്മൾ ഇസ്ലാമിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണല്ലോ. ശരിക്കും ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ദീൻ അറിഞ്ഞ് ജീവിക്കലാണ്. അപ്പം ദീൻ അറിഞ്ഞ് ജീവിക്കണമെങ്കിൽ പേരിൽ മുസ്ലിമായ, കാനേശുമാനി മുസ്ലിം എന്ന് പറയും, പേരിൽ ഇങ്ങനെ മുസ്ലിമായി ജീവിക്കണ കുറേ മനുഷ്യന്മാരുണ്ട്. ഒരു ഖുർആൻ കൊടുത്തിട്ട് ഇതൊന്നും ഓതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓതാൻ അറിയാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. ഒരു മുസ്ലിം അല്ലേ മുസ്ലിമാണ്, ഒരു നിസ്കരിക്കണില്ലേ നിസ്കരിക്കണുണ്ട്, ഒരു നോമ്പെടുക്കണില്ലേ നോമ്പെടുക്കണുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരാൾക്ക് ഖുർആൻ അറിയാതെ അയാൾ നിസ്കരിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? കാരണം നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. ഫാത്തിഹ ഓതാൻ അയാൾക്ക് അറിയൂല, അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, സൂറത്തുകൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, അയാൾക്ക് എന്താന്നുള്ളത് അറിയില്ല. ഫാത്തിഹയുടെ ഉച്ചാരണം പോലും അയാൾക്ക് അറിയൂല. അയാൾ കൃത്യമായിട്ട് നിസ്കരിക്കണില്ലേ നിസ്കരിക്കണുണ്ട്, അയാൾ സുന്നത്ത് നിസ്കരിക്കണില്ലേ അതുമുണ്ട്. പക്ഷേ ഖുർആൻ അറിയാത്ത ആളുടെ, ഖുർആൻ ബോധ്യപ്പെടാത്ത ആളുകളുടെ ആരാധനാകർമ്മങ്ങൾ വെറുതെയാണ്. അവർ നിസ്കരിക്കണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, അവർ നിസ്കരിക്കണം, അതിൻ്റെ കൂടെ തന്നെ ഖുർആനും പഠിക്കണം, നിർബന്ധമായും പഠിക്കണം. കാരണം എന്താ? നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫാത്തിഹ ഓതലാണ്. എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ ഇല്ലാതെ നിസ്കാരമില്ല, ആ റക്അത്തില്ല. അപ്പം അത്രയും ഗൗരവപ്പെട്ടൊരു വിഷയം. ഒരാൾ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ചൊല്ലാതെ നിസ്കരിച്ചു, അതുകൊണ്ട് നിസ്കാരം സ്വീകരിക്കുമോ? ഇല്ല. കാരണം നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഫാത്തിഹ ചൊല്ലണമെങ്കിൽ ഫാത്തിഹ അറിയണം, ഫാത്തിഹ അറിയണമെങ്കിൽ ഖുർആൻ പഠിക്കണം, ഖുർആൻ പഠിക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. അപ്പം ശരിക്ക് ഒരാളുടെ ഏതൊരു കാര്യവും തീരുമാനിക്കപ്പെടുന്നത്, അവരുടെ ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അത് ഖുർആൻ പഠനത്തിലൂടെയാണ്. അപ്പം അത് പഠിക്കാനിരിക്കുക, അള്ളാൻ്റെ കലാമ് പഠിക്കുക, അതാണ് മറ്റൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാൻ്റെ കലാമ് പഠിക്കാൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരാളും എഴുതിയ ഒരു പുസ്തകമല്ല, ഏതെങ്കിലും ഒരാൾ എഴുതിയ ഒരു പുസ്തകമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും എഴുതിയിട്ടില്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായന അറിയാത്ത, അങ്ങനെയുള്ള ആ പ്രവാചകന്റെ അടുക്കിലേക്ക് 7 ആകാശങ്ങൾക്കപ്പുറത്തു നിന്നുകൊണ്ട് വന്ന വഹി, അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ കലാം, അതല്ലേ ഖുർആനെ കുറിച്ച് പറയാം. അള്ളാൻ്റെ കലാം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭാഗ്യമാണത് ശരിക്കും, അല്ലേ? അത് പഠിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഭാഗ്യവാന്മാരാണ്. കേവലം നമ്മളെ വീടിൻ്റെ ഏതെങ്കിലും ഷോക്കേസിൽ ഖുർആൻ വെച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ പള്ളിയിൽ ഖുർആൻ ഉണ്ട് അതൊന്നും അല്ല പറയണേ.
അവിടെ ഖുർആൻ ഉണ്ട്, ശരിയാണ്. പക്ഷെ അത് പഠിക്കാൻ കഴിയുക എന്നുള്ളത്, അതിനു വേണ്ടി ഇരിക്കുക എന്നുള്ളത്, അത് അങ്ങേയറ്റം ഭാഗ്യവാന്മാരായ ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണ്. അല്ലാത്തവരെന്ത് ചെയ്യും? ഖുർആനൊക്കെ ഉണ്ട്, ആരെങ്കിലും സുപ്രീം കോടതിക്ക് പോവുകയാണ്, ഖുർആന്റെ ആയത്ത് തിരുത്തണം, അങ്ങനെ ഉണ്ടോ, അന്നാ ഞാൻ കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പൊ വേഗം എന്ത് ചെയ്യും? പ്രകടനങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ വരും. ഖുറാനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, ഖുറാൻ കത്തിക്കുന്ന ഏതെങ്കിലും വീഡിയോ ഉണ്ട് കഴിഞ്ഞാൽ അതിന് റിപ്പോർട്ട് അടിക്കാനും അതേപോലെ തന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ചീത്ത പറയാനൊക്കെ ഉണ്ടാവും. എന്നാൽ ഖുറാൻ പഠിക്കുക എന്നുള്ളതോ, അത് വളരെ ചുരുക്കം ആളുകളിൽ മാത്രമാണുള്ളത്. അവിടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ശരിക്കും ഇതിനുള്ളൊരു അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. നമ്മൾ ഭാഗ്യവാന്മാർ എന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞതല്ല എന്നതാണ് ഞാൻ ചുരുക്കത്തിൽ ഈ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത്. കാരണം അള്ളാഹിൻ്റെ കലാമ് പഠിക്കാൻ അത് അള്ളാഹു തൗഫീഖുള്ള ആളുകൾക്ക് മാത്രം, കൊടുത്ത ആളുകൾക്ക് കിട്ടുള്ളത്, അല്ലാത്തവർക്ക് കിട്ടൂല. ഞാൻ ഉറപ്പ് പറയാ, ഈ വാചകങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകുമ്പോൾ എപ്പോഴെന്നറിയോ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇതൊക്കെ പോകോ ഇല്ല, ഇനിയിപ്പോൾ എനിക്ക് പഠിയോ ഇല്ല, ഇങ്ങനെ കുറേ നെഗറ്റീവുകൾ വരും. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിശദമായിട്ട് തന്നെ പറയാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. എത്രയോ ആളുകൾ ഈ സമയത്ത്, ഇതേ സമയം ഇപ്പോൾ നോക്കിക്കോ, ഇതേ സമയത്ത് ഒരു പക്ഷേ ചായക്കടയിൽ ഇങ്ങനെ ഇരിക്കണ, അവിടെ നിന്ന് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ പറയണം. അതല്ലെങ്കിൽ അടുക്കളയിൽ തങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കാനുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ വേണ്ടി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അതിന് തിരക്കുള്ള ആളുകളുണ്ടാവും. ഞാനൊരു മോശമാണെന്നല്ല കേട്ടോ, അതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. വേറെ ചില ആളുകളാകട്ടെ സുബഹി പോലും നിസ്കരിക്കാതെ കിടന്നുറങ്ങുണ്ടാവും. വേറെ ചില ആളുകൾ സുബഹിസ്കാരം കഴിഞ്ഞ് എന്നാലും കുറച്ചേരം കൂടി കിടക്കാമെന്ന് പറഞ്ഞ് ഏറ്റവും ബറക്കത്താക്കപ്പെട്ട ഈ സമയത്തെ ഒഴിവാക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ന് പറയുന്ന വിഭാഗം, ഇത് നമുക്കുണ്ട്, തിരക്കുകളുണ്ട്, നമുക്കും ചിലപ്പോൾ അങ്ങാടിക്ക് പോകേണ്ടതുണ്ടാകും, നമുക്കും മക്കളുണ്ട്, നമുക്കും പിന്നെ ഉറക്കം വരുന്നുണ്ട്, നമുക്കും ക്ഷീണമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എനിക്കും ഖുർആൻ പഠിക്കണമെന്ന അതിയായ താല്പര്യത്തോടു കൂടി ഒരുങ്ങിയിരിക്കുന്നവരാണ് നമ്മൾ. ഒരുങ്ങിയിരിക്കുന്നവർ എന്താണ് ഈ ഒരുങ്ങിയിരിക്കുക? ഒരു സൈഡിൽ വെച്ചിട്ട് അങ്ങനെ കടന്നു കേട്ടിട്ട് അങ്ങനെ ഉറങ്ങണ മനുഷ്യന്മാരല്ല. അതല്ല ഖുർആൻ പഠിക്കൽ. അങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ? കിടന്ന് പഠിപ്പവൻ്റെ പഠിപ്പും കിടക്കുന്ന കേട്ടിട്ടില്ലേ? അത് വെറുമ്പാക്കല്ല. അത് പ്രത്യേകിച്ച് ഖുർആന്റെ വിഷയത്തിൽ. ഖുർആൻ അങ്ങനെ കടന്നിട്ടും അതേപോലെ തന്നെ ഒരു പിന്നെ അലസതയോടുകൂടി പഠിക്കേണ്ട ഒന്നല്ല, അലസതയോടുകൂടി കേൾക്കേണ്ട ഒന്നല്ല. നമ്മളൊരു യൂട്യൂബ് ക്ലാസ് കേൾക്കുകയാണ്, അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് നമ്മൾ പല രൂപത്തിലായിട്ട് ഇങ്ങനെ കേൾക്കാം. അത് ചിലപ്പോൾ പ്രസംഗം അല്ല മൊബൈൽ ഓൺ ആക്കിയിട്ട് നമ്മൾ വേറെ പലയും ചെയ്യാം. പക്ഷെ ഖുർആൻ പഠിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഒരു ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ, നേർക്ക് നേരെ നമ്മൾ കേൾക്കുമ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ട്. അത് ഖുർആന്റെ വിഷയത്തിലാണ്, അത് ഖുർആനിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്. ആ ക്ലാസ് എടുക്കുന്ന വ്യക്തിക്കോ ആ ഒരു സൂമിനോ ഒന്നുമല്ല, ഖുർആനിന് കൊടുക്കുന്ന പ്രാധാന്യം. അപ്പോൾ നമ്മൾ പല തിരക്കുകളുണ്ടായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ആ തിരക്കൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അല്ല എപ്പോൾ ഒരു അരമണിക്കൂർ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിച്ച ആളുകൾ ഇതിലുണ്ട്. ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരുടെ ഇതിൽ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു. അതായത് ഇവിടുത്തെ 6:30 മണി എന്ന് പറയുന്നത് അവരെ 4 മണിയാണെന്ന്, രാവിലെ 4 മണി. പക്ഷെ എന്നാലും ഞാൻ കയറും എന്ന് പറഞ്ഞാളുണ്ട്. എന്നാലും ഞാൻ കയറും, അതിൽ കയറിക്കണമില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെന്താ ഒരു താല്പര്യമാണ്. അപ്പോൾ 4 മണിക്ക് എണീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:30 ചിലപ്പോൾ നീക്കേണ്ടി വരും, അല്ലെങ്കിൽ 3 മണിക്ക് പിന്നെ നീക്കേണ്ടി വരും. എന്നിട്ട് അവരുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടാകും. അതാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. അത് ചില ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണ്, എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടൂല. അതുപോലെ തന്നെ അമേരിക്കയിലുള്ള ആളുകൾ, സഹോദരികൾക്ക് കയറിയിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന് നല്ല ടയേർഡായ സമയമാണ്. ആ ടയേർഡായ സമയത്തും നല്ല ക്ഷീണമുള്ള സമയത്തും ഇല്ല, ഞാനിതൊന്ന് കേൾക്കട്ടെ, ഒരു അരമണിക്കൂറല്ലേ, ഒരു 3/4 മണിക്കൂറല്ലേ, ഇതൊന്ന് കേൾക്കട്ടെ എന്ന് ഉദ്ദേശിച്ച ആളുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പഠിക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെയാണ്. അത് കണ്ടിന്യൂ ചെയ്തു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിലേറെ വലിയ ഭാഗ്യമാണ്. കാരണം ആവേശം കൊണ്ട് പലരും ജോയിൻ ചെയ്യും. നമ്മൾ ആ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചപ്പോൾ തന്നെ പറഞ്ഞ കാര്യം എന്താ, ആവേശം കൊണ്ട് വേണ്ട, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ആഗ്രഹമുണ്ടോ, കണ്ടിന്യൂ ആയിട്ട് പോകാൻ പറ്റുമോ, നിങ്ങൾക്ക് ജോയിൻ ചെയ്തോളി. കാരണം കുറേ ആളുകളുണ്ട്, എത്രയോ ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഖുർആൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഗ്രൂപ്പിൽ നമ്മുടെ മെമ്പർമാരാണ്. എന്നാൽ ഒന്നിലും നമ്മൾ കയറണുണ്ടാവില്ല, ഒന്നിനും പഠിക്കണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മെമ്പറായി എന്നുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല.
ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ ഉണ്ട്. ഗ്രൂപ്പിൽ ഉണ്ടായിക്കോട്ടെ, ഗ്രൂപ്പിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് അത് കയറൂലല്ലോ. നമ്മളെ വീട്ടിൽ ഖുർആനില്ലേ, ഇപ്പം അതാ ഇവിടെയൊക്കെ ഖുർആനിനും അതിൻ്റെ പരിഭാഷകളൊക്കെ ഉണ്ട്. ഇതിവിടെ വെച്ചു എന്നുള്ളത് കൊണ്ട് എൻ്റെ തലങ്ങനെ ചേർത്ത് വെച്ച് ബ്ലൂടൂത്ത് വഴി കയറൊന്നുമില്ലല്ലോ. നമ്മളതിരുന്ന് വായിച്ചും പഠിച്ചും കേട്ടും മനസ്സിലാക്കിയും അതിനു വേണ്ടി മാറിയിരുന്നിട്ടൊക്കെ ഇരിക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, നമുക്കതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഈ ഭാഗ്യം നമ്മൾ നഷ്ടപ്പെടുത്തരുത്, അവസരം നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു നൽകിയ വലിയ ഒരു തൗഫീക്കിനെ നമ്മൾ ഇല്ലാതാക്കരുത്. അപ്പം അത് തുടർത്തി കൊണ്ടുപോകാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഇനി രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നീയത്ത് നന്നാക്കുക എന്നുള്ളതാണ്. നീയത്ത് നന്നാക്കുക. നീയത്ത് നന്നാക്കുക. നീയത്ത് നന്നാക്കാം. എഴുതി കഴിഞ്ഞാൽ പറയണേ. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, പിന്നെ വലിയൊരു തൗഫീക്കാണ്, അല്ലെങ്കിൽ വലിയ ഭാഗ്യമാണ് ഖുർആൻ പഠിക്കാനിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയത്ത് നന്നാക്കലാണ്. നീയത്ത് നന്നാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കർമ്മത്തിലും അത് അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകരിക്കണമെങ്കിൽ നീയത്ത് ക്ലിയർ ആവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ പറ്റും, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നീയത്ത് കൊണ്ടാണ്. നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കർമ്മവും സ്വീകരിക്കുക. അപ്പൊ നമ്മുടെ കർമ്മം, നമ്മുടെ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ നീയത്ത് വേണം, നോമ്പ് സ്വീകരിക്കണമെങ്കിൽ നീയത്ത് വേണം, ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ നീയത്ത് വേണം. അതുപോലെ തന്നെ മറ്റെന്ത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ മുറ്റത്തേക്ക് ഒരാൾ ഒരു യാചനയുമായിട്ടോ അല്ലെങ്കിൽ വല്ല പിരിവുമായിട്ടോ വരികയാണെങ്കിൽ അയാൾക്കൊരു 10 ഉറുപ്പ്യ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നീയത്ത് ഉണ്ടാവണം. ഇങ്ങനെ നീയത്തിൻ്റെ വിഷയത്തിൽ, ഈ ഖുർആൻ്റെ വിഷയത്തിൽ ഒരു നീയത്ത് ഉണ്ടാവണം. നീയത്ത് നമ്മൾ നന്നാക്കുക. എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ അറിയോ, ഈ നീയത്ത് നന്നാക്കാറ് പല ആളുകളും ഖുർആൻ പഠിക്കുന്നത്, ദീനിൻ്റെ കാര്യങ്ങൾ ചെയ്യണതൊക്കെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഉഷാറാട്ടോ, ഒരു ഖുർആനൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ എന്നിങ്ങനെ 4 ആൾ നമ്മളെക്കുറിച്ച് പറയണമെന്ന ഉദ്ദേശത്തിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിതുകൊണ്ടൊരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. ഖുർആൻ പഠിക്കണത് എന്തിനാ? അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഖുർആനിന്റെ ആളാകുന്നത് ഒരിക്കലും കുടുംബത്തിൽ ഇങ്ങനെ പറയുമ്പോൾ മറ്റേളുണ്ടല്ലോ ഒരു അന്നൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ഭയങ്കര ഉഷാർ, ഞാനുണ്ടല്ലോ ഞാൻ ഇത്ര ഗ്രൂപ്പിൽ ഉണ്ട്, പഠിക്കുന്നുണ്ട്, ഞാനിതാ ഇന്ന കോഴ്സൊക്കെ പഠിക്കുന്നുണ്ട്. ഇതിങ്ങനെ 4 ആളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതുകൊണ്ട് കാര്യമല്ല. നമുക്കിങ്ങനെ പഠനം നടക്കുന്നല്ലാതെ അള്ളാഹിൻ്റെ അടുക്കൽ കൂലി കിട്ടൂല. അള്ളാഹിൻ്റെ അടുക്കൽ കൂലി കിട്ടണോ, നീയത്ത് ക്ലിയർ ആയേ പറ്റൂ. നമുക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് ആദ്യമായിട്ട് വിചാരണക്ക് കൊണ്ടുവരുന്ന 3 ആളുകളുടെ വിഷയമുണ്ട്. നേരെ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. 3 ആളുകളെയാണ് നാളെ പരലോകത്ത് ആദ്യമായിട്ട് കൊണ്ടുവരിക. എന്നിട്ട് ആദ്യമായിട്ട് നരകത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ 3 ആൾക്കാരേക്ക്. അതിൽ ഒന്നാമത്തെ ആളാരാന്നറിയോ? നമ്മൾ ഈ വാചകങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാചകങ്ങളെ ശ്രദ്ധിച്ചോളിയും. നമ്മളെക്കുറിച്ചായി പറയുന്നത്, നമ്മളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം വെച്ച് കഴിഞ്ഞാൽ ഷഹീദാണ്. ഒരു ഷഹീദായ മനുഷ്യൻ, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ആള്, അയാളെ കൊണ്ടുവരും. അയാളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഞാൻ നിനക്ക് ഇന്ന സൗകര്യങ്ങളും ഇന്ന അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടില്ലേ? അയാൾ പറയാൻ തന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് ചോദിക്കും, എന്നിട്ട് നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? അയാൾ പറയും, പടച്ചോനെ, ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തില്ലേ, നിന്റെ ദീനിന്റെ കാര്യത്തിൽ ഞാൻ യുദ്ധം ചെയ്തു. അങ്ങനെ ശത്രുവിന്റെ മുന്നിലേക്ക് ഇറങ്ങി അവന്റെ വെട്ടുകൊണ്ട് മരണപ്പെട്ട ആളാണ്, രക്തം ചിന്തി അങ്ങനെ ശരീരം കയ്യും കാലൊക്കെ മുറിഞ്ഞ് ഷഹീദായ ആളാണ് ഞാൻ, നിന്റെ മാർഗത്തിലാണ് ഞാൻ ഇറങ്ങിയത് എന്നൊക്കെ പറയും. ഉടൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതെന്നറിയോ? കെദബ്ത, നീ കള്ളം പറഞ്ഞു, നീ പറഞ്ഞത് കള്ളാണ്.
കാരണം എന്താണെന്നറിയോ, നീ യുദ്ധം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, എല്ലാവരും ഇന്നെ നോക്കുന്നുണ്ട് കേട്ടോ, ഞാനുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഉഷാറാണ് അല്ലെ, എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, മൂപ്പരുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ജയിക്കും. ഇങ്ങനെ മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്, അള്ളാന്റെ തൃപ്തിക്കല്ല ചെയ്ത്. ഓനെ നരകത്ത് കൊണ്ടിടുന്നു, നരകത്ത് കൊണ്ട് പറഞ്ഞേക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര വലിയ മനസ്സ് വേണം അതിന്, അല്ലേ? എത്ര വലിയ മനസ്സ് വേണം. നല്ല ചൂടത്തൊന്ന് പള്ളിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഇപ്പോഴേ തോന്നാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരാൾ ഷഹീദാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ മുന്നിലേക്ക് നേരെ കണ്ട് എടുത്ത് ചാടുകയാണ്. ശത്രുവിൻ്റെ വാൾ ഓങ്ങണ സമയത്ത് തിരിഞ്ഞോടാതെ യുദ്ധം ചെയ്ത ആളാണ്. ശത്രു ഇങ്ങനെ വെട്ടുന്ന സമയത്ത് രക്തത്തുള്ളികൾ ശരീരത്തിൽ നിന്ന് തെറിച്ചു പോണുണ്ട്, കയ്യും കാലും മുറിയുന്നുണ്ട്, എന്നിട്ടും തിരിഞ്ഞു പോയില്ല. എന്നിട്ടും ഞാൻ എന്തായാലും യുദ്ധം ചെയ്യുന്നു തീരുമാനിച്ച ഒരാൾ. പക്ഷെ അള്ളാന്റെ അടുത്ത് എത്തിയപ്പോഴോ അയാൾ നരകത്തില. എന്താ കാര്യം? നീയത്ത് മാറി, നീയത്ത് മാറി. അയാളുടെ ഉദ്ദേശം എന്താ? ജനങ്ങൾക്ക് മുന്നിൽ ഞാൻ നല്ല ഒരു യോദ്ധാവാണ് അല്ലെ, നല്ല ഉഷാറാണ്, മുപ്പരുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു അല്ലെ, എങ്ങനെയൊക്കെയാണ് ചിന്ത വരികയാണ്. അവർ നരകത്തിലാണ്. രണ്ടാമത്തെ ആരാന്നറിയോ? പണ്ഡിതൻ, അല്ലെങ്കിൽ ഖുറാൻ പഠിച്ച ആളെന്ന് വേണമെങ്കിൽ പറയാം. അവരെ കൊണ്ടുവരും. അയാളെ കൊണ്ടുവന്നിട്ട് ചോദിക്കും, ഞാൻ നിനക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ തന്നില്ലേ, നിനക്ക് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നില്ലേ, എന്നിട്ട് നീ എന്താ ചെയ്തേ? ഉടനെ പണ്ഡിതൻ പറയും, അല്ലെങ്കിൽ ഖുറാൻ പഠിച്ച ആൾ പറയും, അപ്പേ ഞാൻ ഖുറാൻ കുറേ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ കുറേ ദീന് പഠിച്ചു, എന്നിട്ട് ഞാൻ കുറേ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെയൊക്കെ പറയും. അള്ളാഹ് എന്താ പറയാ അറിയോ? കദബത, നീ കള്ളം പറഞ്ഞു, നീ കള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നീ അത് പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും ഒക്കെ എൻ്റെ മനസ്സിലുള്ള എന്താണെന്നറിയോ? ഞാൻ ഉഷാറാണ് അല്ല, എന്നെ സമ്മതിക്കണം അല്ല, ഞാൻ പറയുമ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ഇന്ന രൂപത്തിലാണ് അല്ലെ, ആളുകളൊക്കെ എല്ലാവരും എൻ്റെ ഒരു സംസാരം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കണം. ഇത് നമ്മളൊക്കെ ജീവിതത്തിലുള്ളതാണ്, ദുസ്താദുമാർക്ക് മാത്രമുള്ളതൊന്നുമല്ല. നമ്മൾ ഖുറാൻ പഠിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, ഞാൻ അങ്ങനെ വായിക്കണത് എൻ്റെ ഭാര്യ കാണുന്നുണ്ട്, കുഴപ്പമില്ല, എൻ്റെ ഭർത്താവ് അറിയുന്നുണ്ട് ഞാൻ എന്തായാലും പഠിക്കുന്നുണ്ട് എന്നുള്ളത്, എൻ്റെ മക്കൾക്കൊക്കെ അറിയാം, എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഇമ്മപ്പം നല്ല ഉഷാറാണ്, നല്ല ഖുറാൻ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബക്കാർ പറയുന്നുണ്ട്, ഓളുണ്ടല്ലോ, ഓളിപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഫുള്ള് ഖുറാൻ ക്ലാസ്സും ഇതൊക്കെയാണ്, ഒരുപാട് ക്ലാസ്സിലുണ്ട് ഓള്. ഇതൊക്കെ എങ്ങനെ എല്ലാവരും പറയണം എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ ഖുറാൻ പഠിച്ചതെങ്കിൽ അവരോടാണ് പറയണത്, അല്ലാഹ് കെദബ്ത, നീ കള്ളം പറഞ്ഞു. കാരണം ജനങ്ങളുടെ മുന്നിൽ നീ ആളാകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, എല്ലാവരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, എല്ലാവരും അവരെക്കുറിച്ച് ഭയങ്കര ഉഷാറാട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അതന്നെയാണ് പ്രശ്നം. മൂന്നാമത്തത്, ദാനധർമ്മം ചെയ്ത വലിയ ഒരു സ്വതക്കൊക്കെ ചെയ്തിരുന്ന മനുഷ്യൻ, അയാളെയും തന്നെ ഇതേപോലെ കൊണ്ടുവരും. അയാളോട് ചോദിക്കുമല്ല, ഞാൻ നിനക്ക് ഇന്ന സമ്പത്തൊക്കെ തന്നില്ലേ, നീ എന്താ ചെയ്തേ? അപ്പോൾ അയാൾ പറയും, റബ്ബേ, ഞാൻ നിന്റെ മാർഗത്തിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, ഞാൻ അറബി കോളേജിന് കൊടുത്തു, പള്ളിക്ക് കൊടുത്തു, മദ്രസക്ക് കൊടുത്തു, ആ പാവത്തിന് കൊടുത്തു, ഈ പാവത്തിന് കൊടുത്തു, ഒക്കെ ചെയ്തു. അപ്പോഴും അള്ളാഹ് പറയും, കദബ്ത, നീ കള്ളം പറഞ്ഞു. കാരണം നീ ആ കൊടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിലുള്ളത് എന്താ? ആചാര്യടുത്ത് ചെന്നതിനാലുണ്ടല്ലോ, മൂപ്പരെന്തായാലും ഉഷാറാണ്, മൂപ്പരടുത്തിന് കൊടുത്താൽ എന്തായാലും ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിട്ടോ, 5000 കുറഞ്ഞ് മൂപ്പര് തരൂല അല്ലെ. എങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? നീ പല കാര്യങ്ങളുടെ വിഷയത്തിലും എന്ത് ചെയ്തത്? കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയണം, ഞാൻ നല്ല ഉഷാറാണ്, മൂപ്പര് നല്ല ദാനധർമ്മം ചെയ്യുന്ന ഒരാളാണ് എന്നിങ്ങനെ മറ്റുള്ളവർ പറയണമെന്ന ഉദ്ദേശത്തിലാണ് ചെയ്തത്. അതുകൊണ്ട് സ്വീകരിക്കും, അയാളി നരകത്തും. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കണി, നമ്മൾ ഈ പഠിക്കുന്നത് ഒരിക്കൽ പോലും ഒരു തരിമ്പ് പോലും നമുക്ക് എന്ത് ചെയ്യരുത്, ജനങ്ങളുടെ മുന്നിൽ, എല്ലാവരുടെ മുന്നിൽ ഞാനൊന്ന് ഉഷാറാവണം എന്ന ഉദ്ദേശത്തിലാവരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നീയത്ത് മാറിയാൽ പ്രതിഫലമില്ല എന്ന് മാത്രമല്ല, നരകം കിട്ടും ചെയ്യും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം, പഠനത്തിൻ്റെ പുണ്യം അറിയുക. പഠനത്തിൻ്റെ പുണ്യം അറിയുക. പഠനത്തിൻ്റെ പുണ്യം അറിയുക. എതികനോ?
എഴുതിക്കണം. ഓക്കെ. പഠനത്തിന്റെ പുണ്യം അറിയുക എന്നുള്ളത്. ഈ വിഷയത്തിൽ നമുക്ക് ഒരുപാട് ഹദീസുകൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നിങ്ങൾ മൈക്ക് ഓണാക്കിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യണേ. ഖുർആൻ പഠനത്തിന്റെ വിഷയത്തിൽ വളരെ വലിയ പുണ്യം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നിസ്കരിക്കുന്നതിന് പുണ്യമുണ്ട്, നോമ്പെടുക്കുന്നതിന് പുണ്യമുണ്ട്, ഇതൊക്കെ പുണ്യമുണ്ട്. എന്നാൽ ഈ ഖുർആൻ പഠിക്കുന്നതിൻ്റെ പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ചെറിയ ചെറിയ രൂപത്തിലൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. ഇതിൽ എത്ര മാത്രം മനസ്സിലാക്കാം. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ കേൾക്കൽ പുണ്യമാണ്. നേരെ ശ്രദ്ധിക്കണേ, ഖുർആൻ കേൾക്കുക എന്നുള്ളത് പുണ്യമാണ്. ഖുർആൻ വായിക്കുക എന്നത് പുണ്യമാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നത് പുണ്യമാണ്. ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ അർത്ഥം പഠിക്കുക എന്നുള്ളത് മറ്റൊരു പുണ്യമാണ്. ഖുർആനിൻ്റെ ആശയം പഠിക്കുക എന്നുള്ളത് പുണ്യമാണ്. ഖുർആനിൻ്റെ വിശദീകരണം മനസ്സിലാക്കി അതിൽ നിന്നും ഹുക്കുമുകൾ മനസ്സിലാക്കുക മറ്റൊരു പുണ്യമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് പ്രതിഫലം ഖുർആന്റെ വിഷയത്തിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ആളാണ്. ഖുർആൻ പഠിക്കുന്നവനാണ് ഉത്തമൻ, ഖുർആൻ പഠിപ്പിക്കുന്നവനാണ്. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നവരുമാണ്, പഠിപ്പിക്കുന്നവനും. അതെങ്ങനെ? നിങ്ങളല്ലേ പഠിപ്പിക്കണത്? ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചത് എങ്കിൽ അതേപോലെ നിങ്ങളിപ്പോൾ അതാ പഠിക്കണം. ഇതേ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, കുടുംബ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് അങ്ങനെ ഒരു ആയത്ത് കേട്ടു, അത് പറഞ്ഞു കൊടുക്കണം. ഞാനങ്ങനെ അതിങ്ങനെ വായിച്ചു, അല്ലെങ്കിൽ ഇന്നൊരു ക്ലാസ് കേട്ടപ്പോൾ അതിൽ ഇന്ന വിഷയങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ അധ്യാപകരായി. എല്ലാം പഠിച്ച് ഖുർആൻ ഹാഫിളായിട്ട് ഖുർആൻ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് വലിയ പ്രതിഫലം ആ വിഷയത്തിലുണ്ട്. എത്രയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഓരോ ഹർഫുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വാഹിദ്. അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണ്, ഒരു അക്ഷരമാണെന്ന് ഞാൻ പറയില്ല. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. നമ്മൾ ശരിക്ക് അലിഫ് ലാം മീം എന്നിട്ട് പറഞ്ഞാൽ എന്താ ഉള്ളത്? 2 സെക്കൻഡാ മാറ്റി വെച്ച അലിഫ് ലാം മീം 2 സെക്കൻഡ് മാറ്റി വെച്ചാൽ 30 പ്രതിഫലം കിട്ടും. ചില പണ്ഡിതന്മാർ അതിന് 90 പ്രതിഫലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അലിഫ് എന്ന് പറയുമ്പോൾ തന്നെ 3 അക്ഷരങ്ങൾ അതിൽ വന്നു, ലാം എന്ന് പറയുമ്പോൾ 3 അക്ഷരങ്ങൾ വന്നു, മീം എന്ന് പറയുമ്പോൾ 3 അക്ഷരങ്ങൾ, അങ്ങനെ 3 3 3 അപ്പം തന്നെ 9 ആയി. 9 × 10. കാരണം ഒരക്ഷരം ചൊല്ലിയാൽ ഖുർആനിൻ്റെ ഒരക്ഷരത്തിന് 10 പ്രതിഫലമാണെന്ന്. അപ്പോൾ അലിഫ് ലാം എന്നിട്ട് പറഞ്ഞ് 90 പ്രതിഫലമാണെന്ന് പറഞ്ഞവരുണ്ട്. 30 എന്തായാലും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാണെ, നമ്മൾ ഒരായത്ത് പഠിക്കുകയാണെങ്കിൽ ഒരായത്ത് ഇപ്പോൾ അലിഫ് ലാം എന്നുള്ളത് ഒരു ഭാഗമാണല്ലോ ശരിക്കും. ഒരായത്തോട് പഠിക്കുകയാണെങ്കിലും എത്ര പ്രതിഫലം കിട്ടും? അതാണ് നമ്മുടെ മുൻഗാമികൾ അത്രയേറെ ഖുർആൻ പഠിക്കാൻ മാറ്റി വെച്ചത്. ഓരിങ്ങനെ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, അവരും വീട് വെച്ചിട്ടുണ്ട്, അവർക്കും മക്കളുണ്ടായിരുന്നു, ആ മക്കൾ ഓരും പഠിപ്പിച്ചിട്ടുണ്ട്, അവരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, അവരും ജോലിക്ക് പോയിട്ടുണ്ട്, അവരും ഈ ദുനിയാവിൽ തന്നെ ജീവിച്ചവരാണ്, അവരും ഈ ദുനിയാവിൽ തന്നെ മരണപ്പെട്ടു പോയവരുമാണ്. എങ്കിൽ അവരെപ്പോലെ മക്കളുള്ള, കുടുംബമുള്ള, ജോലിയുള്ള നമുക്കും ഈ ദുനിയാവെന്ന് പോകണം. ഒരാരും ഒന്നും കൊണ്ടുപോയിട്ടില്ല, ഒരാളൊന്നും കൊണ്ടുപോയിട്ടില്ല. എങ്കിൽ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധനമാണത്. ഖുർആൻ കൊണ്ടുപോകണ്ട, പക്ഷെ ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം കൊണ്ടുപോയി നമുക്ക് പോകണം. നാളെ പരലോകത്ത് ഈ ഖുർആനിൻ്റെ വിഷയത്തിൽ രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലെ. നമ്മളിങ്ങനെ ആകെ ബേജാറായി നിൽക്കുന്ന ഒരു ടൈമാണല്ലോ ശരിക്കും പരലോകം. ആരെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, നമ്മളെങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വരികയാണെങ്കിൽ വലിയൊരു ഭാഗ്യമായിരുന്നു. എന്നാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യും ആരെന്നറിയോ? ഖുർആൻ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ ഓതിക്കോ,
ഖുർആൻ ഓതിക്കോ, ഖുർആൻ്റെ ആൾക്കാരായിക്കോളി. എന്നാൽ നാളെ പരലോകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു ഖുർആൻ നിങ്ങൾക്ക് ശുപാർശ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഖുർആൻ നമ്മളെ അടുത്ത് അള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, റബ്ബേ ഓൻ ഖുർആൻ ഓതിയ ആളാണ്, ഓൾ ഖുർആൻ പഠിച്ച ആളാണ്, ഓ ഖുർആൻ്റെ ആൾക്കാരാണ്, എൻ്റെ ആൾക്കാരാ. അള്ളഹാനോട് ഖുർആൻ ശുപാർശ പറയാം. ഖുർആൻ എങ്ങനെ സംസാരിക്കാം നമുക്കറിയില്ല, പക്ഷെ ഖുർആൻ സംസാരിക്കും. ആരാ പറയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആനിൻ്റെ ആളുകളായിട്ട് മാറണം. അള്ളാഹിൻ്റെ ആളാണ് ഖുർആൻ്റെ ആളെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിച്ച ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നടത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിൽ ഖുർആൻ പഠനം എന്നുള്ളത് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നത് ഒരു നിസ്സാരമായൊരു കാര്യമല്ല. വലിയ പ്രതിഫലം ഈ ദുനിയാവിൻ്റെ വിഷയത്തിലും പരലോകത്തിൻ്റെ വിഷയത്തിൽ കിട്ടും. ദുനിയാവിൻ്റെ വിഷയത്തിലും പരലോകത്തിൻ്റെ വിഷയത്തിലും രണ്ടുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ പരലോകത്തിൻ്റെ വിഷയത്തിൽ മാത്രം കിട്ടുന്ന ഒരു ഖൈറല്ല. ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് ദുനിയാവിലും ഖൈറുകളുണ്ട്, പക്ഷെ നമ്മൾ ദുനിയാവിൻ്റെ ഖൈർ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കരുത്. അപ്പം അതുകൊണ്ട് തന്നെ ഖുർആൻ പഠനത്തിൻ്റെ പുണ്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം പേടിയും മടിയും മാറ്റുക. പേടിയും മടിയും മാറ്റുക. പേടിയും മടിയും മാറ്റുക. ഓക്കെ, പേടിയും മടിയും മാറ്റുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇറങ്ങി, നമ്മൾ വലിയ താല്പര്യത്തിലാട്ടോ. നേരെ ശ്രദ്ധിച്ചോളിയേ, നമ്മൾ വലിയ താല്പര്യത്തിലാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, ഇതിൽ പുണ്യങ്ങൾ കുറേ ഉണ്ടല്ലോ, എന്തായാലും ഞാനൊന്ന് തുടങ്ങട്ടെ അല്ലേ. ഇങ്ങനെ അങ്ങോട്ട് നമ്മളെ മനസ്സിങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ തന്നെ നമ്മളെ അടുത്തേക്ക് മറ്റേ വരും, ഉറപ്പിച്ച് വരും. ആരെ? നമ്മളിത് പഠിക്കരുത് എന്ന് ആഗ്രഹിച്ച ഒരാളുണ്ട്. നമ്മളിത് പഠിച്ചാൽ, ഖുർആൻ പഠിക്കാൻ ഇറങ്ങിയാൽ, ഖുർആനിൻ്റെ അർത്ഥം വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളുണ്ടാകും. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല തിന്മകളും ഒഴിവാക്കും. നമ്മൾ നിർത്തിയിരുന്ന പല നന്മകളും നമ്മൾ തുടങ്ങും. ആ ഒരു പേടി നമ്മുടെ ശത്രുവായ പിശാചിനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നമ്മളിത് മുടക്കണം എന്നാണ് എന്ത് ചെയ്യുക, പിശാചി ശ്രമിക്കുക. ഓൻ അതിനു വേണ്ടി എല്ലാ പണി നോക്കും. അതിലെന്താ ഉണ്ടാകുക എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇപ്പം തന്നെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഇതൊക്കെ തുടങ്ങുക എന്ന് പറയുമ്പോൾ, അല്ല ഇതിപ്പോൾ വായിപ്പിക്കലുണ്ടാക്കും. ചില ആൾക്കാർ ഇത് വായിപ്പിക്കോ, ചൊല്ലിപ്പിക്കോ, എല്ലാവരുടെ ഇടയിൽ ചൊല്ലിപ്പിച്ചാൽ എങ്ങനെ ഇപ്പം ഇത് പഠിക്കാം അല്ലേ. അതേപോലെ തന്നെ എല്ലാ ആഴ്ചയും ഉണ്ടാവും. അത് ഇപ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ കുറേ പ്രശ്നങ്ങളാണ് അല്ലേ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ കെട്ടിക്കുടുക്ക് ഇങ്ങനെ നമ്മളെ മനസ്സിങ്ങനെ ഇട്ടിരും. വേറെ ചില ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ മനസ്സിൽ എന്താ 40-45 വയസ്സായി, കുട്ടികളൊക്കെ കെട്ടിക്കാനായി, കുട്ടികളോ വേറെ കുട്ടികളെ, ഇനിയിപ്പോൾ ഖുർആൻ പഠിക്കുക, ഇനിയിപ്പോൾ എങ്ങനെ അതൊന്നും തലയിൽ കയറൂല അല്ലേ. അങ്ങനത്തെ കുറേ മനുഷ്യന്മാരുണ്ട്. അതൊന്നും തലയിൽ കയറൂല എന്ന് പറയുന്ന ആൾക്കാരെ ഇൻഷാ അല്ലാഹ് അതിനൊക്കെ ഉള്ള മറുപടി നമ്മൾ പറഞ്ഞുതരും. പ്രായം എന്നുള്ളത് നിങ്ങളൊരു പേടി പഠിക്കുക. നിങ്ങളിപ്പോൾ കയറിയില്ല, അതാണ് ശരിക്കും പിശാചിനുള്ള ഒന്നാമത്തെ അടി. നിങ്ങൾ കയറി എന്നുള്ളത്, ഗ്രൂപ്പ് കയറി എന്നുള്ളത് മാത്രമല്ല, ഈ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നു, അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത്, അതിൻ്റെ പിശാചിനുള്ള അടി. അപ്പം ഇങ്ങനെ പിശാചി നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഇട്ടരും. ഇതൊന്നും തലയിൽ കയറൂല കേട്ടോ. അങ്ങനെ തലയിൽ കയറാത്ത ഒന്നും ഖുർആനിലില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയില്ലേ, ഇത് ജനങ്ങൾക്ക് എളുപ്പമാണ് അല്ലേ. അല്ലാഹ് പറയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ എളുപ്പമാണ്, എളുപ്പമാക്കിയിട്ടുണ്ട് ഖുർആൻ. അല്ലാഹ് പറയാണ് ഖുർആൻ എളുപ്പമാണ്. നമ്മൾ പറയാണ് ഖുർആൻ നല്ല പ്രയാസാട്ടോ. ഒരു പ്രയാസമല്ല. മറ്റേതൊരു ഭാഷയേക്കാളും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഞാൻ എൻ്റെ തെളിവ് പറഞ്ഞേറ്റെ. ഞാൻ സൂറത്തു ബക്കറ പഠിപ്പിക്കുന്നുണ്ട്. ഏകദേശം ഒരു വർഷത്തോളമായി ആ കോഴ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ 189 ആയത്തുകളായിപ്പോൾ സൂറത്തു ബക്കറ. അത് അർത്ഥത്തോടു കൂടി അതിൻ്റെ മനപ്പാടമാക്കി പഠിപ്പിക്കുന്ന ഒരു ശൈലി. അതിലുള്ള ആൾക്കാർ ഇതിലുണ്ടാവും. ആരെങ്കിലും ഉണ്ടോ അതിൽ ജോയിൻ ചെയ്ത് അതിലിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ? മാഷാ അല്ലാഹ്. ഓര് പറയും. ഞാൻ ഒന്നും പറയണില്ലേ, ഓര് പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആയത്തിട്ട് കാണിച്ചാൽ, ഇപ്പൊ 189 ആയത്ത് ഇന്നലെ എടുത്തത്,
ആ ആയത്തിൻ്റെ ഓതിയിട്ട് ഞാൻ അവരോട് ചോദിക്കൽ എന്താ അറിയോ, ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത വല്ല വാക്കുകളുണ്ടോന്നാ. അറിയാത്ത വല്ല വാക്കുകളുണ്ടോ? അതായത് ഓതാൻ അറിയാത്തത് നല്ലട്ടോ, എല്ലാവർക്കും ഓതാൻ അറിയും. പിന്നെ അർത്ഥം അറിയാത്ത വല്ല വാക്കുകളുണ്ടോ? കാരണം 100 ആയത്ത് ഇങ്ങോട്ട് അർത്ഥം വെച്ച് പഠിച്ചപ്പോഴേക്ക് അവർക്ക് ബാക്കിയുള്ളതൊക്കെ ഏതായത്ത് വന്നു കഴിഞ്ഞാലും ഒട്ടുമിക്ക ആയത്തുകളും അവർക്ക് അറിയണതാണ്, ആ പദങ്ങൾ അറിയണതാണ്. ഇനി ഏതെങ്കിലും ഒരു വാക്കായിരിക്കും, ഒരു വേർഡായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക അവർക്ക് അറിയാത്തുണ്ടാകുക. അപ്പം നമ്മൾ അത് മാത്രം പറഞ്ഞു കൊടുക്കും, എല്ലാം വിശദീകരിച്ചു കൊടുക്കും, പക്ഷെ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതും ക്ലിയറായി. കാരണം പഠിച്ചു പോവുകയാണോ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. 65-70 വയസ്സുള്ള ആൾക്കാർ അതിലുണ്ട്, ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 100 ആയത്ത് ചൊല്ലിത്തന്നു, എനിക്ക് 100 ആയത്ത് ചൊല്ലിത്തന്നു, കാണാതെ കേട്ടോ, കണ്ടിട്ടല്ല. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിയോന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ കൊല്ലം ഒരു ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരുന്നത് ഈ 189 എത്തൂല. എനിക്കിത് കഴിയും, എന്നെ കൊണ്ട് പറ്റും. ഖുർആൻ എന്നുള്ളത് അങ്ങനെ ഒരു കീറാമുട്ടിയൊന്നും അല്ല. എനിക്കത് പഠിക്കാൻ പറ്റും. എന്താ അത് ബാക്കിയുള്ളവർക്ക് പഠിച്ചെന്നുണ്ടെങ്കിൽ എനിക്കെന്താ പഠിച്ചാൽ, ഞാനും അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങട്ടെ. അതാ വേണ്ടത്, ആ താല്പര്യം വേണ്ടത്. അള്ളാന്റെ സഹായം ഉണ്ടാകും, ഉറപ്പായിട്ട് സഹായം ഉണ്ടാകും. പക്ഷേ അവിടെ നമ്മൾ പേടിച്ച് മടിച്ചു മാറി ഇങ്ങനെ നിൽക്കരുത്. ഞാനിപ്പോൾ എങ്ങനെ പോതുക, അല്ലെങ്കിൽ എന്താ പോയി ചോദിക്കുക, അല്ലെങ്കിൽ ഇതിപ്പോൾ മനപ്പാടാക്കാൻ കഴിയോ ഇല്ലേ. ഒരു പേടിയും നിങ്ങൾ പഠിക്കണ്ട, ഒരു പേടിയും പഠിക്കണം. എത്ര വയസ്സാണെങ്കിലും ഖുർആൻ പഠിക്കണം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മുസ്ലിം ആകാൻ വേണ്ടി വന്നു അബൂബക്കർ റളിയല്ലാഹുവിന്റെ വാപ്പ. നല്ല പ്രായം ചെന്ന ആളായിരുന്നു, താടിയും മുടിയൊക്കെ ആകെ വെളുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 90 വയസ്സിൻ്റെ അടുത്തുണ്ട്. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞെടുത്ത് എന്താണെന്നറിയോ, അദ്ദേഹത്തിന് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. ഇതിൽ 90 വയസ്സുള്ള ആരും ഇല്ലെന്നായി മനസ്സിലാക്കണേ, അല്ലേ? 90 വയസ്സുള്ള ആളാണെങ്കിൽ പോലും ഖുർആൻ പഠിക്കാൻ പറ്റുന്നല്ല ഇപ്പം നബി പറയുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഒരുങ്ങുക. ആ പേടിന് മാറ്റി. ഇൻഷാ അല്ലാഹ് അതിനുള്ള എല്ലാ വഴികളും നമ്മൾ പറഞ്ഞുതരും. നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം അതൊക്കെ നമ്മൾ പറഞ്ഞുതരും. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പിശാചിനൊരു വാതിൽ തുറന്നു കൊടുക്കരുത്. അതെന്താ പിശാചിനുള്ള വാതിൽ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ബാക്കിൽ കഴിച്ചൂലോട്ടോ. അല്ലെങ്കിൽ പിശാചിന് ഇങ്ങനെ ഇത്ര കാലപ്പറ്റി എവിടെ ഇരുന്നു, ഇപ്പോഴൊന്നുമില്ല, അത് എപ്പോഴാണ് പഠിക്കണേ, ഇനിയിപ്പോൾ തലയിൽ കയറുന്നത് ഒന്നുമില്ല, ഒക്കെ പറ്റും, എല്ലാവർക്കും പറ്റും. ഈ നിങ്ങൾ മനസ്സുകൊണ്ട് താല്പര്യപ്പെടുന്നുണ്ടോ, തീർച്ചയായും എന്ത് ചെയ്യും, നിങ്ങൾക്കതിന് കഴിയുമെന്ന് തന്നെയാണ് അള്ളാഹു പഠിപ്പിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇനി അഞ്ചാമത്തെ കാര്യം പറയാം. ക്ലാസിൻ്റെ രൂപം നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ക്ലാസിൻ്റെ രൂപം മനസ്സിലാക്കുക. അതായത് നമ്മൾ ആ പേടി പോകാനുള്ള ഒരു കാര്യമാണത്. എങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ക്ലാസ് ഉണ്ടാകുക, ക്ലാസ്സിൻ്റെ രൂപം എന്താണ്? നമ്മളിങ്ങനെ ഇരിക്കുക, നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, അതേപോലെ തന്നെ ആയത്ത് ഇവിടെ എഴുതും, ആയത്ത് ഓതിത്തരും. ആ ആയത്ത് നിങ്ങൾ ഓതുന്ന സമയത്ത് നിങ്ങൾ അതേപോലെ ഒന്ന് ഓതുക. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൽ ഏതെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ നമുക്ക് തെറ്റാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ തെറ്റാൻ സാധ്യതയുള്ള അക്ഷരങ്ങളെ നമ്മൾ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ടാകും, അതൊന്നും കൂടി ഓതിത്തരും. ഇന്നതിൻ്റെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാമെന്ന് പറയും. എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം പറഞ്ഞുതരും. അർത്ഥം പറഞ്ഞു തന്നിട്ട് അതിൻ്റെ ആശയം പറഞ്ഞുതരും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങൾ പറഞ്ഞുതരും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒന്നും പഠിക്കുന്നതിന് പകരം കുറച്ച് മനസ്സിലായി. 1ാമത്തെ ക്ലാസ്സിൽ കുറച്ചേ മനസ്സിലായുള്ളൂ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ ഈ 2 ക്ലാസ്സും കൂടി ആകുമ്പോൾ കുറേ മനസ്സിലായി. 3ാമത്തെ ക്ലാസ്സിലാകുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ ഒന്നും പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ലതും മനസ്സിലാവും ഇല്ല. അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇരിക്കണം. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പഠിക്കാനിരിക്കുകയാണ്, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരുക്കം ഉണ്ടാകുക. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബനിയെ മാത്രം ഇട്ടിട്ടോ, അല്ലെങ്കിൽ വേറെ ക്യാമറ ഓഫ് ചെയ്തിട്ടോ ഒക്കെ ഇരിക്കാം. പക്ഷേ ഇതൊരു ക്ലാസ്സാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു മഹത്വം, ഒരു ഫളില് നമ്മൾ കൊടുക്കണം. നമ്മളൊരു ക്ലാസ് പഠിക്കണം ശരിക്കും. അപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണം. നിങ്ങളിങ്ങനെ ഒരു ഷർട്ടൊന്നും ഇടാതെ ഒന്നുമല്ല ആണുങ്ങൾ ഇരിക്കേണ്ടത്. നമ്മളൊന്ന് ഒരുങ്ങിയിരിക്കുക, പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു പേനയും ബുക്കൊക്കെ വാങ്ങുക, അതിൽ എഴുതുക, ഖുർആൻ പഠനം എന്ന് എഴുതുക. ആ പുസ്തകത്തിന് ഹെഡിങ് കൊടുത്തോളി. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ നോട്ട് ചെയ്ത് പോകുക. നമുക്ക് സമയം തരും എഴുതാനും പഠിക്കാനൊക്കെ സമയം. നമുക്ക് ആർക്കും ഇന്ന ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത്ര തീർക്കണം എന്ന് ആരോടും പറയാനില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പഠിപ്പിക്കാൻ നമ്മൾ റെഡിയാണ്. ഇതാണ് നമ്മളെ ക്ലാസ്സിൻ്റെ രൂപം എന്ന നിലക്ക് പറയാനുള്ളത്. ഇങ്ങനെയാണ് ക്ലാസ്സിൻ്റെ രൂപം ഉണ്ടാവുക. ഇനി ഇതിൽ കുറേ സംശയങ്ങൾ പല ആളുകൾക്കുണ്ട്. കുറേ സംശയങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കോഴ്സാണ്, ഏത് സൂറത്താണ് എടുക്കുന്നത്. അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട്, ഏത് സൂറത്ത് എടുക്കണമെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, പണ്ട് മുതലേ ഇതിൽ ചേർന്ന ആളുകളുണ്ട്, ഇടയിൽ നമ്മുടെ കോഴ്സിലേക്ക് ചേർന്ന ആളുകളുണ്ട്, ഇപ്പോൾ പുതുതായിട്ട് വന്നവരുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും. അത് ഞാൻ ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്യുക, പോളിംഗ് നടത്താം. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിപ്രായം പറയണത് ഏതാണോ അതിനനുസരിച്ച് പോകാം. അതിൽ പിന്നെ ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ഫീലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, അറിയാലോ. അപ്പോൾ കുറേ 2 കൊല്ലത്തോളമായിട്ട് ഫാത്തിയ, ആയത്തുൽ കുർസി, ആമൻ റസൂലൊക്കെ പറഞ്ഞ നാസ്, ഫലക്, ഇഖ്ലാസ് ഇങ്ങനെ പഠിച്ച് സൂറത്ത് ഫീലിലേക്ക് എത്തിയിട്ടുണ്ട്. അതെത്തിയ ആളുകൾ കുറച്ച് ആൾക്കാരുണ്ടാവും. എന്നാൽ ഈ ലാസ്റ്റ്ക്ക് കയറിയ കുറേ ആൾക്കാരുണ്ടാവും, അവർക്കൊന്നും ഫസ്റ്റ് കിട്ടിയില്ല. ഓരോന്നോട് ചോദിച്ചു, ആദ്യം മുതൽ തുടങ്ങും, ആദ്യം മുതൽ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണം എന്നുണ്ട്, ഫാത്തിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തുടങ്ങണമെങ്കിൽ തുടങ്ങാം. അതല്ലെങ്കിൽ ഇതൊന്നുമല്ല, നമുക്ക് വേറൊരു സൂറത്ത്, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ അല്ലെ, മനപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ വരുന്നതാണ്. അപ്പോൾ അത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഏതുവാ, നമുക്ക് ഇന്നതെന്ന് ഞാൻ ആരോടും നിർബന്ധം പറയുന്നില്ല. നമ്മൾ ഒരു ബേസിക്കായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് പിന്നെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രൂപത്തിൽ ഏതെങ്കിലും ഒരു സൂറത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോകാം. ഏതെങ്കിലും ഒരു സൂറത്ത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കം മുതൽ തന്നെ പഠിച്ചു പോകുന്ന രൂപം, അതല്ലാന്നുണ്ടെങ്കിൽ ഫാത്തിഹ പഠിക്കുന്ന രൂപം, അല്ലെങ്കിൽ ചെറിയ പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്തുൽ കുർസി, ആമൻ റസൂൽ പോലുള്ളത് പഠിക്കുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ചെറിയ സൂറത്തുകൾ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകുന്ന രൂപം. ഏതാണെങ്കിലും അതാണ് സിലബസ് എന്ന് പറയുന്നത്. ഞാനത് പറയുന്നത് ഇത് ഏതെങ്കിലും ആ ഒരു ടീം നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലൊന്നുമല്ല. നമ്മൾ ചർച്ച ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇതാ മതി, ആയിക്കോട്ടെ, എല്ലാവരും കൂടുതൽ അഭിപ്രായം അതാണ്, എന്നാൽ പിന്നെ അങ്ങനെ പോവുക, അല്ലാതെ ഇന്നത് എന്നൊന്നും ഇല്ല. അതാണ് ഒരു സംശയമുള്ളത്. രണ്ടാമത്തത് ഡേറ്റ് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പം അതിൽ പറയാനുള്ളതില്ല, നമ്മൾ ഓൾറെഡി ബുധനാഴ്ച എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച കാര്യമാണ്. പിന്നെ സമയം മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും രാവിലെ വെക്കാനുള്ള കാരണം, പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുരുഷന്മാരായ ആളുകൾക്ക് പലപ്പോഴും ഒരു അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ഇപ്പോഴും അവസരങ്ങൾ കിട്ടിയിട്ട് കയറാത്തവരുണ്ടാകും, നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഒന്ന് മനസ്സൊക്കെ ഒന്നിങ്ങനെ ഫ്രഷ് ആകുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയം പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തിക്കോട്ടെ എന്ന ഉദ്ദേശത്തിലാണ് എന്ത് ചെയ്യണത്, നമ്മളാക്കണത്. പിന്നെ പല ആളുകൾ, സ്ത്രീകളൊക്കെ പറഞ്ഞിങ്ങനെ ഒരു 10:30 മണിക്കാക്കിയാൽ ഒന്നും കൂടി ആളുകളെ കിട്ടും. നമ്മളെന്താ വെച്ചാൽ അങ്ങനെ ഒരു ഉദ്ദേശത്തിലേക്കല്ല ഇപ്പോൾ. കുറേ ആളുകളെ ചേർക്കുക എന്നുള്ളതല്ല, കുറച്ച് ആളുകളെങ്കിലും ഇത് പഠിക്കണം എന്ന ഉദ്ദേശത്തിലാണ്, കുറച്ച് റിസ്ക് എടുത്തിട്ടും പഠിക്കുക. അപ്പോൾ അല്ലാതെ കുറേ കോഴ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതാണ് അടുത്തൊരു കാര്യം. പിന്നെ ടൈമിൻ്റെ കാര്യം, ടൈം തന്നെ ഈ 6:30 മണിയാണ്. പിന്നെ കുറേ ആളുകൾ ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീസ് ഉണ്ടോ അല്ലേ. ചില ആൾക്കാർ പറഞ്ഞു അത് ഇല്ല എന്നുള്ളത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫീസ് ഉണ്ടെങ്കിൽ ഞാൻ പഠിക്കൂല, ഫീസ് ഉണ്ടെങ്കിലേ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ ഫീസ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പ്രയാസമാണ്, ഫീസ് ഇല്ലെങ്കിൽ ഓക്കെയാണ്, ഇങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ ഒന്നാമത്തെ വിഷയം എന്താ വെച്ചാൽ, ഇത് ഒരു പിന്നെ ഫീസ് വെച്ചിട്ടുള്ള ഒരു പഠനമേ അല്ല. ഓൾറെഡി ഇപ്പോൾ ഇതിന് മുമ്പ് നടത്തിയ ആളുകളുണ്ട്, അവർക്കറിയാം, ഇതിൽ കയറിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അവിടെ ചെറിയൊരു ഫീസ് കളക്ട് ചെയ്തിരുന്നു, അവരെനിക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ക്ലാസ് മുന്നോട്ട് പോകുക എന്നുള്ള നിലക്കും നമ്മളൊരു എഫേർട്ട് എടുക്കുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനത്തെ ഒന്നുമില്ല, ഒരു ഫീസും ഇല്ല. എന്നാൽ നിങ്ങൾക്ക് നമ്മുടെ അക്കാദമിയെ സഹായിക്കണം എന്നുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ അഡ്മിൻ എന്ത് ചെയ്യും, നിങ്ങൾക്കത് മെസ്സേജ് അയക്കും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സഹായിക്കാം, അത്രയേ ഉള്ളൂ. ഒന്നാമത്തെ വിഷയം. അല്ല, ഒരാൾക്ക് തോന്നുകയാണെന്ത്, എനിക്കൊന്ന് കൃത്യമായിട്ട് പഠിക്കണം, എനിക്ക് അക്ഷരങ്ങളൊന്നും അറിയില്ല, എനിക്ക് അതിനൊരാളെ വെച്ചറിയണം, അങ്ങനെ നമ്മൾ ഈ ക്ലാസ് പോകുന്നതിൻ്റെ കൂടെ തന്നെ എന്നെ പിന്നെ ഓർമ്മപ്പെടുത്താനും അതേപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു തരാനും പിന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് നോക്കാനും എനിക്ക് ചൊല്ലിക്കൊടുക്കാനൊക്കെ ഒരാൾ വേണം, ഒരു മെൻറ്റർ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ ആളുകൾക്ക് മെൻറ്റർ വെച്ച് കൊടുക്കും, ഒരു ഫീസും വെക്കും. ആ രൂപത്തിൽ, അതായത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചാക്കുക. അതല്ല, നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കൊരു തർത്തീവായിട്ട് പോകണം, ഒരു കൃത്യമായിട്ട് പോകണം, ഒരു കണ്ടൻറ്റൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ പോയി മുന്നോട്ട് പോകണം, ഒരു കോഴ്സ് രൂപത്തിൽ തന്നെ പോകണം എന്നാണെങ്കിൽ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 6ാമത്തെ പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 6ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥനയോടെ തുടങ്ങുക എന്നുള്ളത്. റബ്ബിനോട് നല്ലോണം പ്രാർത്ഥിക്കുക, റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. നമ്മൾ കുറേ കാര്യങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ. അതിൽ അധികവും ദുനിയാവിൻ്റെ വിഷയങ്ങളുണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ പരലോകത്തിൻ്റെ വിഷയമൊക്കെ ഉണ്ട്. എന്നാൽ ദുനിയാവും പരലോകവും ഒക്കെ ചോദിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ പറയണം, റബ്ബേ എനിക്ക് നല്ലോണം ഖുർആൻ പഠിക്കാനുള്ള ഒരു തൗഫീഖ് നൽകണേ, പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം നൽകണേ,
ഖുർആൻ പഠിക്കുന്നതിനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ. ഇങ്ങനെ ഖുർആൻ്റെ വിഷയത്തിലൊരു പ്രാർത്ഥന. ഇപ്പം ഇന്ന് സുബഹിസ്കരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പലരും. പക്ഷേ അതിൽ ഖുർആനിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു, അറിവിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. അത് നമ്മൾ സ്വയം പരിശോധിക്കുക. എപ്പോഴും ഉണ്ടാവണം. വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടി പറഞ്ഞ ഒറ്റ കാര്യമാണ് ശരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ എനിക്ക് കുറേ സമ്പത്ത് വർദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. ദുനിയാവിലേക്ക് ഒരുപാട് വിശാലത കിട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. സിദിന എന്നുള്ളത് സായിദ്, അതായത് വർദ്ധനവ് എന്ന നിലക്ക് പറഞ്ഞത് റബ്ബി സിദിനി ഇൽമ, അല്ലെങ്കിൽ റബ്ബി സിദിന ഇൽമ. അള്ളാഹുവേ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീ അറിവ് വർദ്ധിപ്പിച്ച് തരണേ. നമ്മളോട് എപ്പോഴും നടത്താൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനകൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ, നാഫിയായ ഉപകാരപ്രദമായ അറിവിനെ നീ എനിക്ക് നൽകണം റബ്ബേ. അല്ലേ? ആ ഒരു പ്രാർത്ഥന. അതോടൊപ്പം മഹാനായ മൂസാ നബി അലൈഹി സ്വലാം നടത്തിയൊരു പ്രാർത്ഥന ഉണ്ട്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു പ്രാർത്ഥനയാണ്. കേട്ടോളി. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിക്ക് ഉണ്ടായിരുന്നു, ഒരു കൊഞ്ഞപ്പെടാന്നൊക്കെ പറയില്ലേ സംസാരിക്കുമ്പോൾ. അങ്ങനെ പ്രയാസപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയാസം മാറി, കൃത്യമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾ ഈ പഠിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെയൊക്കെ വാക്കുകൾ, അൽഹംദുലില്ലാ, പിന്നെ പണ്ഡിതന്മാരുടെ വാക്കുകളൊക്കെ കാണാൻ പറ്റും. എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബിശ്റഹ് ലി സ്വദ്രി. അള്ളാഹുവെ എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണേ. വയസ്സിർ ലി അംരി, എൻ്റെ കാര്യം നീ എനിക്ക് എളുപ്പമാക്കി തരണം, യസീറാക്കി തരണം. വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ട് നീ അഴിച്ചു തരണേ. യഫ്ഖഹു ഖൗലി, അവൻ എൻ്റെ സംസാരം മനസ്സിലാക്കാൻ വേണ്ടി, എൻ്റെ സംസാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആ ഒരു, അതായത് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ആ കെട്ടൊക്കെ ഒന്ന് ഒഴിവായി എനിക്ക് നേരെ ഐനും ഗൈനൊക്കെ ഉച്ചരിക്കാൻ, ബാഉം താഉം സാഉം ഉച്ചരിക്കാൻ, സാഉം സ്വാദും ഉച്ചരിക്കാൻ, സ്വാദും സീനും ഉച്ചരിക്കാൻ, ലാദും ത്വാഉം ഉച്ചരിക്കാൻ, ഇങ്ങനെ ആ അക്ഷരങ്ങളൊക്കെ ഉണ്ട് കൃത്യമായിട്ടുണ്ട് പറയാൻ. അതിനുള്ള ആ കെട്ടൊക്കെ ഒന്നിട്ട് ഒഴിവാക്കിയിട്ട് എനിക്കൊന്ന് എളുപ്പമാക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതൊന്നും എല്ലാവരും ഒന്ന് ചൊല്ലും, ഞാനൊന്ന് പറഞ്ഞുതരാം. റബ്ബിശ്റഹ് ലി, ചൊല്ലി. റബ്ബിശ്റഹ് ലി സ്വദ്രി ആ, റബ്ബിശ്റഹ് ലി സ്വദ്രി റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വയസ്സിർ ലി അംരി വയസ്സിർ ലി അംരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യഫ്ഖഹു ഖൗലി യഫ്ഖഹു ഖൗലി. ഓക്കെ. ആ, ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഞാൻ ഗ്രൂപ്പിലിട്ടരാം ആരും ബേജാറാവണ്ട കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് 6 പോയിന്റുകൾ പറയാനുള്ളത്. ഈ പോയിന്റുകളിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ പോയിന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കുക, അതല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കുക. ക്ലാസ്സിന്റെ ടൈം എന്തായാലും ഈ രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ക്ലാസ് കേൾക്കാൻ നമുക്കൊരു ഉഷാർ വേണ്ടേ. അത് മദ്രസ ടൈം പോലെ നമുക്ക് ഇതാണ് ഉത്തമമായ സമയം. ഇൻഷാ അല്ലാഹ് ഒരു 3/4 മണിക്കൂർ മാക്സിമം, അല്ലെങ്കിൽ ഒരു മണിക്കൂറായാലും നമ്മൾ അതിനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇരിക്കുന്നല്ലേ, അപ്പൊ അതിനായിട്ട് നീക്കി വെക്കണം ക്ലാസ്സിനായിട്ട്. അതാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, എന്നാ വലൈക്കും സലാം. 6 മണിക്കായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇരിക്കാമായിരുന്നു. നമ്മളെന്താ വെച്ചാൽ 6 മണി എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് ഇപ്പോൾ ഓൾറെഡി നേരം ചിലപ്പോൾ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞുകൊണ്ട് എത്തുമ്പോഴേക്ക് നേരം വൈകും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഈ ഗൾഫിലുള്ള ആൾക്കാരെ ഓരിലുണ്ട്, പല ആൾക്കാരും ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മണിക്ക് ഇപ്പോൾ നീക്കുന്നുണ്ട്. ഇനി നമ്മൾ 3:30 വരെയും കൂടി നീപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രയാസമല്ലേ. ചില ആൾക്കാർ ചിലപ്പോൾ 5 മണിക്കും ഒക്കെ ആയിട്ട് അവിടെ പിന്നെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ കയറിയിട്ടുണ്ട്. സൗദിയിൽ നിന്നും ഖത്തറിൽ നിന്നും അതേപോലെ തന്നെ കുവൈത്തിൽ നിന്നും പിന്നെ UAE നിന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഓരോന്നും ബുദ്ധിമുട്ടിച്ചാൽ എന്താണ് ഒരു പ്രയാസം.
അപ്പം നമ്മൾ 6:30 എന്നുള്ളത് ഇപ്പോൾ ഒരു കറക്റ്റ് ടൈമായിട്ട് നമുക്ക് പോകാം. ഇൻഷാ അല്ലാ. അല്ല, എനിക്കൊരു കുഴപ്പമുണ്ട് ഉസ്താദ്. ആഴ്ചയിൽ എനിക്ക് എത്ര ആയത്ത് പഠിപ്പിക്കുന്നതാണ്? ആഴ്ചയിൽ ചിലപ്പോൾ ഒരായത്ത് അല്ലെങ്കിൽ അരായത്ത് ഇത്രേ ഉണ്ടാകുള്ളൂ. കാരണം അത് പഠിച്ചു പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊന്നും ഒരിക്കലും എന്തല്ല പിന്നെ ഒരു ഇത്ര ദിവസം കൊണ്ട് ഇത്ര തീർക്കണം എന്ന് ഒരു നിർബന്ധത്തിലുമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് പോയാൽ മതി. നിങ്ങൾ ഞാൻ ഒരു കൊല്ലമായിട്ട് പഠിക്കണമെന്നല്ല, ആ കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളത് നമുക്ക് കിട്ടണം. അതേ പറയണം. അതേപോലെ പറഞ്ഞ സൂറത്ത് ബക്കറ പഠിപ്പിക്കുന്നതിൽ അൽഹംദുലില്ലാഹ് 100-ലധികം ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ 100-ലധികം ആൾക്കാരും 100-ലധികം ആയത്തുകളും പഠിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അവർക്ക് മെന്റർമാരെ വെച്ച് പഠിപ്പിച്ച് ഒരു ചൊല്ലി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം ഏതാണ് വിഷയം എന്നുള്ളതൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ പിന്നെ ചർച്ച അള്ളാന്റെ ചെയ്യാം. ഖുർആൻ പഠിക്കാനിരുന്നാൽ അള്ളാഹ് എളുപ്പാക്കി തരും. ഈ ഒരു ഇൻഷാ വിശ്വാസം അല്ലാ ഇൻഷാ അല്ലാ അള്ളാഹ് എളുപ്പാക്കി തട്ടെ. അസ്സലാമലൈക്കും. അവിടെ ഒരു അഭിപ്രായം ഞായറാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞായറാക്കാൻ കഴിയൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമേരിക്കൻ്റെ വിഷയത്തിൽ തന്നെ ഉണ്ടായത് അതാണ്. ശനി ഞായറും നമുക്ക് എന്തായാലും പരിപാടികൾ ഉണ്ടാവും. അപ്പോൾ ഈ ശനിയാഴ്ച ഞാൻ പിന്നെ ഇവിടെ കോട്ടയത്ത് പോകണം. ശനി ഞായറും തിങ്കളും അവിടെ കോട്ടയത്തും ഈരാറ്റുപേട്ടയൊക്കെ ആയിട്ട് പരിപാടിയാണ്. പിന്നെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് ഇതുകൊണ്ട് ഒക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഓക്കെ, ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഗ്രൂപ്പിലിട്ട് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യൂല കേട്ടോ. വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടാവില്ല. ഈ ക്ലാസ് മാത്രമാണ് റെക്കോർഡ് ചെയ്തത്. ഇപ്പം ഏതെങ്കിലും ആൾക്കാർ ഇനി കയറാൻ ബാക്കിയുണ്ടെങ്കിൽ ഓർക്ക് വേണ്ടിയിട്ട് എന്നുള്ള നിലക്കാണ്. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, പിന്നെ റെക്കോർഡിംഗ് ഉണ്ടാവില്ല. അതെന്തിനാ അങ്ങനെ എന്ന് വെച്ചാൽ റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് കുഴപ്പമില്ല നമുക്ക് ഗ്രൂപ്പിൽ കിട്ടുമല്ലോ എന്ന് പറയും. എന്നിട്ട് ഗ്രൂപ്പിൽ അത് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും, നമ്മൾ നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് വേണ്ട. ലൈവ് കയറാൻ പറ്റുമോ ഒരു കയറാം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ 2 നിബന്ധനകൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ആ മെസ്സേജുകൾ വന്നപ്പോഴൊക്കെ. അതെന്താ നിബന്ധന? ഒന്നാമത്തെ നിബന്ധന നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുക എന്നുള്ളതാണ്. നല്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി, ആരെയും നിർബന്ധിക്കൂല. രണ്ടാമത്തെ കാര്യം, കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകണം. ക്ലാസ് നടക്കുന്നുണ്ടോ നിങ്ങൾ കയറിയിട്ടുണ്ടാവണം. അത് ഓൺലൈനിലാണ്. നമ്മൾ എവിടേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് പിന്നെ യാത്രയിലാണെങ്കിൽ പോലും ഒന്ന് കേൾക്കാമല്ലോ. നോട്ട് ചെയ്യാനേ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുള്ളൂ. ആ നോട്ട് എന്തായാലും ഇവിടെ അയക്കുകയും ചെയ്യും ഇൻഷാ അല്ലാ. നോട്ടൊക്കെ അയച്ചു തരും, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മളെ കഴിഞ്ഞ ഇതിലൊക്കെ സ്ഥിരമായി ചെയ്തിരുന്നത് സഫ്ദർ ഭായ് ഇതിൽ കയറിയിട്ടുണ്ടോ? സഫ്ദർ ഞാൻ കയറിയിട്ടുണ്ട്. മാഷാ അല്ലാ മാഷാ അല്ലാ. അല്ല, ഞാൻ ഓരോ ഇരുത്തിയിട്ട് പറയണം, ഞാൻ ഒരു ഇത് പറയില്ല. മാഷാ അല്ലാ, നമ്മൾ കാര്യങ്ങളായിട്ട് നമ്മളെ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പരത് മുഴുവൻ ടൈപ്പ് ചെയ്തിട്ട് അയക്കാറുണ്ട്. മൂപ്പര് ഇപ്പം ചെയ്യാൻ കഴിയുമോ എനിക്കറിയില്ല. മൂപ്പര് അങ്ങനെ ചെയ്യുകയാണോ നമുക്ക് ഗ്രൂപ്പിലിടാം, ഒരു കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഞാൻ തന്നെ എന്ത് ചെയ്യുക, എന്നെ ഒഴിവിനനുസരിച്ച് കൊണ്ട് അത് പോസ്റ്റ് ചെയ്യും. എല്ലാം പോസ്റ്റ് ചെയ്യുന്നില്ല, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു കണ്ടന്റ് മാത്രം എന്നുള്ള നിലക്ക്. കാരണം എല്ലാം കൂടി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിപ്പോൾ ഗ്രൂപ്പിൽ കിട്ടുമല്ലോ പറയും. അപ്പോൾ അത് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അത് മുന്നോട്ട് പോകാം കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഇന്ന് വേറെ ഒന്നും അഭിപ്രായങ്ങളില്ലെങ്കിൽ നമുക്ക് നിർത്താം. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിയായ സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു നോമ്പിന് നമ്മൾ കണ്ടിന്യൂ ചെയ്യും ഈ ക്ലാസ്. ഉണ്ടാവും. നാട്ടിൽ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, സുബൈ കഴിഞ്ഞിട്ട്. ഓക്കെ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.